യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ബോധം തെളിയുന്നവരെ കാത്തിരിക്കാം. സേതു, എന്നാലേ നിങ്ങൾ ഇവിടെ ഇരുന്ന് പാട്ടും പാടി അവനെ ഉറക്കും. സേതു, സേതു, എണീക്കടാ. സേതു, മോനെ സേതു, എണീക്കടാ. ഭാവനെ, എടി ഭാവനെ, ഡി ഭാവനെ. ഗായത്രി, എവിടെ നിന്റെ മോള്? വിളിക്കവളെ. എന്താ ചെയ്യേ? ആദ്യം ഭാവനെ വിളിക്ക്. എന്തിനാ ഞങ്ങളോട് ഈ ചതി ചെയ്തെന്ന് ചോദിക്കട്ടെ. എന്താ എന്തിനിങ്ങനെ ബഹളം വെക്കുന്നേ? ഭാവനെ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ധ്രുവനെ നീയും നിന്റെ അനിയത്തിയും കൂടെ എന്ത് ചെയ്തു? എന്റെ മോനെ നീ എന്ത് ചെയ്തടി? ഞങ്ങളൊന്നും അറിയില്ലെന്ന് കരുതിയോ നീ? എന്റെ മോനെ നീ എന്താ ചെയ്തു? പറയടി. ഞങ്ങളൊന്നും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? നിന്റെ അനിയത്തെ ഞാനത് തൊട്ടപ്പോ നിനക്ക് നൊന്നുമല്ലേ? അപ്പൊ എന്നെ പൊന്നു മോനെ നീയൊക്കെ രണ്ടും കൂടെ കൊന്നതോ? എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചതി ചെയ്ത്? എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കായിരുന്നില്ലേ? പറ ഭാവനെ, എവിടെയാ ധ്രുവനെ കൊന്ന് കുഴിച്ചു മൂടിയത്? എന്താ ആന്റി, ഞങ്ങൾ ധ്രുവനെ ഒന്നും ചെയ്തിട്ടില്ല. ആന്റി ഒന്ന് വിശ്വസിക്കേ. ദേ, നീ കള്ളം മാത്രം പറയരുത്. എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ വന്നത്. എന്റെ പൊന്നു മോനെ, ഞാനിതെങ്ങനെ സഹിക്കണ്ടേ? സൗദാമിനി, നീ എന്താ കാണിക്കുന്നത്? കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്നു കുഴിച്ചു മൂടിയിട്ട് ഒന്നും അറിയാത്തവളെ പോലെ നിൽക്കുന്നേ. എന്നാലും ഞങ്ങളുടെ മോനെ കൊല്ലണ്ടായിരുന്നു ഭാവന. ആണും പെണ്ണുമായിട്ട് ആകെപ്പാടെ ഒരു മോനായിരുന്നു. അവനെയാ നിങ്ങളൊരു നിസാര പ്രശ്നത്തിന്റെ പേര് കൊന്നുകളഞ്ഞത്. എന്റെ ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ മോന്റെ മുഖം പോലും ഒന്ന് കാണാൻ തന്നില്ലല്ലോ. ദുഷ്ടക്കൂട്ടങ്ങളും കൊന്നളഞ്ഞില്ലേ അവനെ? ഈ കൊടും പാതകം ചെയ്തിട്ടാണ് നീ എന്റെ ഭാര്യയ്ക്ക് രക്തം നൽകിയതല്ലേ? ഈശ്വര, ഇവളുടെ രക്തം എന്റെ ശരീരത്തിൽ ഓടുന്നതിലും ഭേദം എന്നെ കൂടെ അങ്ങ് കൊന്നോടായിരുന്നോ? ഞാനിതെങ്ങനെ സഹിക്കും? എന്താടി, നിനക്കിപ്പോ നാവില്ലേ? ഞങ്ങൾ ഇത് എങ്ങനെ അറിഞ്ഞെന്നാവും നീ ഇപ്പൊ ചിന്തിക്കുന്നേ. എന്നാ കേട്ടോ, വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിട്ടാ വന്നത്. സൂര്യയോട് നീ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം ഭാവനെ. ആന്റി, ഞങ്ങൾ ധ്രുവനെ ഒന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ചെയ്തിട്ടില്ല. വേണ്ട, കൂടുതൽ നല്ല പിള്ള ചമയാനെന്ന് നീ നോക്കണ്ട. നിന്നെ ഞാൻ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാ. ജയേ, സത്യാവസ്ഥ അറിയാതെ എന്റെ മക്കളെ കുറ്റപ്പെടുത്തരുത്. ഇതിൽ കൂടുതൽ എന്ത് സത്യ ഗായത്രിക്ക് അറിയേണ്ടത്?
എന്നാ കുറച്ചുകൂടി വ്യക്തമായിട്ട് തന്നെ പറയാം കേട്ടോ. അയ്യോ. നിന്റെ ഈ 2 മക്കളും കൂടി ചേർന്ന് ധ്രുവനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞ നീ എന്ത് ചെയ്യും? ഒരിക്കലും എന്റെ മക്കൾ അങ്ങനെ ചെയ്യത്തില്ല. ഹ്, എന്ന് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? അതെ, ഇപ്പൊ എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ മാത്രം തീരുമാനിച്ചാ മതി. ഡേ, സത്യം പറ. അന്ന് നിന്നോടൊപ്പം ധ്രുവനൻ റൂമിൽ വന്നതാണല്ലോ, പിന്നീട് എന്ത് സംഭവിച്ചു? എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും ആരെയൊന്നും ചെയ്തിട്ടില്ല. എടി, സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ അന്ന് മുറിയിൽ എന്താ നടന്നതെന്നും കൂടി ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ആന്റി വേണ്ട, വെറും സംശയത്തിന്റെ പേരിൽ ഭാനുവിനോട് ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. ഇത് സംശയമൊന്നും അല്ലടി, സത്യം തന്നെയാ. ആന്റി, പഴയതൊക്കെ മനസ്സ് വെച്ചിട്ടാണ് ഈ ഷോ കാണിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് വേണ്ട. ധ്രുവൻ എന്തു പറ്റിയെന്ന് നിങ്ങൾ അന്വേഷിക്കുക, അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറണ്ട. എടി, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും നിന്നെ അറിയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നടന്നത് എന്താന്ന് വെച്ചാ പറ. വേണ്ട ആന്റി, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് നിൽക്കാതെ പോവാൻ നോക്ക്. ഇല്ല ഭാവന, സത്യം അറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. നീ അറിയാതെ ധ്രുവൻ ഒന്നും സംഭവിക്കില്ല. ഭാനുവിനോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചപ്പോ ധ്രുവനെ ഭാനു തള്ളി പിന്നിലേക്കിട്ടതും ധ്രുവന്റെ തലയിൽ ആണി തറച്ചതും അവിടെ വെച്ച് അവന്റെ ജീവൻ പോയതും ഭാനുവിന് മാത്രം അറിയാവുന്ന സത്യം. അതിനുശേഷം ഭാനുവിനെ രക്ഷിക്കാൻ വേണ്ടി നീ തന്നെ മുൻകൈ എടുത്ത് ബോഡി മറവ് ചെയ്തത് എന്താ ശരിയല്ലേ? എന്നിട്ട് ബുദ്ധിപൂർവം നീ അവനോട് നിന്റെ പ്രണയവും പറഞ്ഞ് അവനെ പൂട്ടിയിട്ടു അല്ലേ? ഈ വിഷയത്തിൽ സൂര്യക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കിക്കോ, എത്രയും വേഗം നിന്നെ ഇവളെയും ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും. ഇവിടെ നിന്റെ ഒരു സാമർഥ്യം നടക്കില്ല ഭാവന. സൂര്യയെ കൊണ്ട് ഇൻസ്പെക്ടറുടെ മൊബൈലിലെ വീഡിയോ വരെ നീ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ സത്യത്തെ മറയ്ക്കാൻ നിനക്കാവില്ല ഭാവനെ. അതിനു വേണ്ടി നീ എത്ര ശ്രമിച്ചാലും നടക്കില്ല. ഭാവന, നിങ്ങൾ എല്ലാരും കൂടി എന്റെ മോനെ എന്ത് ചെയ്തു? എനിക്ക് ആലോചിക്കുന്നവരും സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മോനെ കിട്ടിയില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. സഹോദരൻ, നീ എന്തായി കാണിക്കുന്നു? അയ്യോ, എന്റെ മോനെ. നോക്കിക്കോ ഭാവന, ഞങ്ങളുടെ മോനെ നീ ഇല്ലാതാക്കിയത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ, എന്റെ മോനെ എന്നിൽ നിന്നും അകറ്റിയ നീ നിന്റെ കുടുംബവും നശിച്ചെന്നെ തീരും. ഭാവനെ, നിനക്കെതിരെ സ്ട്രോങ് ആയിട്ടൊരു തെളിവ് കിട്ടട്ടെ. അതോടെ തീരും നിന്റെ ഈ സാമർഥ്യം. എടി, നീ എന്താ എന്റെ മോനോട് പറഞ്ഞത്? 4 വർഷം കഴിഞ്ഞ് കല്യാണം നടത്താന്നല്ലേ? ഇല്ല ഭാവനെ, നീ എന്റെ മോനെ കല്യാണം കഴിക്കാനും പോകുന്നില്ല, ഇവള് ഡോക്ടർ ആകാനും പോകുന്നില്ല. കരുതിയിരുന്നു നീ. വായേട്ടാ. ഈ കുടുംബത്തിലെ എല്ലാവരും നശിച്ചു വെണ്ണീറാണ് എന്റെ ഈശ്വര. ഈ കുടുംബം മുട്ടിച്ചു പോകത്തേ ഉള്ളൂ. ഈശ്വര.